മക്കളെ, ഇന്ന് നമുക്ക് സെക്കൻഡ് ടൈമിലെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒരു സെറ്റ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. ഇനി ഒന്നും കൂടെ നോക്കാം. അതിൻ്റെ മോഡലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്ന മോഡലാണ് പരിചയപ്പെടുത്തുന്നത്. നാളെ നിങ്ങളുടെ എക്സാം ആണല്ലോ, അപ്പം ഏകദേശം 1-2 ക്വസ്റ്റ്യനൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന ലേഖനത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന ലേഖനത്തിൽ നിന്ന് 7 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് കബ് തക്ക്, നിങ്ങൾക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള കവിതയാണ് കബ് തക്ക്. കബ് തക്ക് എന്ന കവിതയിൽ നിന്നും ഒരു 8 മാർക്കിന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫുട്ബോൾ കെ ദിൽ കാ രാജ, അതിൽ നിന്നും ഒരു 7 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സഹി മിലാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിന് പ്രതീക്ഷിക്കാം. ഗർപേട് താരേക്ക് യാദിൽ പടുക്കഥ എഴുതാനുണ്ടായിരിക്കും. ബായിന്റെ ചരിത്ര പർ ടിപ്പണി നമ്മൾ പഠിച്ചതാണത്. ബായിന്റെ ചരിത്ര പർ ടിപ്പണി നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. അത് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ഒരു 8 മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നീട് ജനജനുക്ക ചേഹര, അതിൽ കവിതയുടെ ആശയം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനജനുക്ക ചേഹര എന്നത് കവിതയുടെ ആശയം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് 4 മാർക്കിനായിരിക്കും. പിന്നീട് ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ കൂടെ അതിന് വരാൻ സാധ്യതയുണ്ട്. വൺ വേർഡും അതുപോലെ തന്നെ സഹി മിലാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആശയം സമാനാശയ വാലി പങ്ക്തിയാം എഴുതാൻ വേണ്ടിയിട്ട് സമാന ആശയം വരുന്ന പങ്ക്തികൾ എഴുതുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതൊന്നൊക്കെ ഉണ്ടാവുക. അപ്പൊ നോക്കാം ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന്. സഹി രൂപ് ചുൻകർ ലിഖേം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹി രൂപ് ചുൻകർ ലിഖേം, അതായത് മുജെ എന്നാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. മുജെ എന്നതിന്റെ ശരിയായിട്ടുള്ള രൂപം എന്താണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത് എന്താണ്? മുജെ. മുജെ എന്നതിന്റെ ശരിയായ രൂപം ഏതാണ്? മേ പ്ലസ് കോ ആണ് അല്ലെ. മേ പ്ലസ് കോ ആണ് എന്ത്? മുജ്കോ അല്ലെങ്കിൽ മുജെ. മേ പ്ലസ് കോ ആണ്. അപ്പനി ഷാൻ ദിഖാനെ കെ ലിയെ വൈസ്രോയിനെ ക്യാ കിയാതാ, സ്വന്തം പ്രതാപം കാണിക്കാൻ വേണ്ടി വൈസ്രോയ് എന്താണ് ചെയ്തിരുന്നത്? എന്താണ് ചെയ്തിരുന്നത്? ഗാന്ധിജി കോ ചായ് പർ ബുലായ और उनको बिठाने का रूम കൂളർ ലഗാക്കർ ടണ്ടാ കർ ലിയ. ഗാന്ധിജിയെ ചായ പാർട്ടിക്ക് വിളിക്കുകയും അദ്ദേഹത്തിനെ ഇരുത്താനുള്ള റൂം കൂളർ വെച്ച് തണുപ്പിക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹം പ്രതാപം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്തുത പ്രസംഗ പർ ഗാന്ധിജിക്ക് ഡയറി കൽപ്പന കർക്കെ ലിഖിയെ, അതായത് ഇവിടെ തന്നിരിക്കുന്ന സൂചന നിങ്ങൾ അത് വായിക്കണം. ഗാന്ധിജി ബോലെ ഇസ് കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയെ മുझे സർദി ലഗ് രഹി ഹൈ. ഇസ് തരഹ് അപ്നി ഷാൻ ദിഖാനെ കാ പഹല മൗക്ക വൈസ്രോയ് സേ ചീൻ ഗയ. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന സൂചന. ഇതുപോലെ ഈ പാഠഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് സൂചനയായിട്ട് തരും. അതിനുശേഷമായിരിക്കും നിങ്ങളോട് എന്ത് പറയുന്നത്? ഡയറി എഴുതാൻ പറയുന്നത്. ഇവിടെ ഗാന്ധിജിയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞത്. ഒരു പക്ഷേ നിങ്ങൾക്ക് വൈസ്രോയുടെ ഡയറി എഴുതാനായിരിക്കാം ചോദിക്കുന്നത്. അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, വൈസ്രോയുടെ ഡയറി. ഇതിനു മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ വൈസ്രോയുടെ ഡയറിയാണ് ചോദിച്ചത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഇനി ഗാന്ധിജിയുടെ ഡയറിയുടെ രൂപമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗാന്ധിജിയുടെ ഡയറി എങ്ങനെയാണ്. ഗാന്ധിജിക്ക് ഡയറി. आज मैं വൈസ്രോയ് ഭവൻ में ചായ പാർട്ടി के लिए गया. ഇന്ന് ഞാൻ വൈസ്രോയ് ഭവനിലേക്ക് ചായ പാർട്ടിക്ക് പോയി. വഹാ മേരെ ലിയെ ഭോജൻ തയ്യാർ കർത്തേ थे. അവിടെ എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മുझे बिठाने का रूम കൂളർ ലഗാക്കർ ठंडी कर लिया था. എനിക്ക് ഇരിക്കാനുള്ള റൂം കൂളർ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. മേനെ കൂളർ ബന്ദ് കർണേ കെ ലിയെ കഹാ. ഞാൻ കൂളർ ബന്ദാക്കാൻ വേണ്ടി, ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഭാരത് മേ ശാസൻ കർണ ആസാൻ നഹി ഹെ. ഭാരതത്തില് ഭരണം നടത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇസ്കെ ലിയെ ഖുലേ മൈദാൻ മേ ആനാ ചാഹിയെ. അതിനുവേണ്ടി തുറന്ന മൈതാനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതായത് തണുത്ത റൂമിൽ ഇരുന്നിട്ട് ഭരിക്കാൻ സാധ്യമല്ല, അതിനുവേണ്ടി വെയിലും മഴയും ഒക്കെ കൊള്ളേണ്ടത് ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. ടണ്ടാ കമരേ മേ ബൈഠ് കർ ഹിന്ദുസ്ഥാൻ പർ ശാസൻ നഹീ കർ സക്ത.
ടണ്ട കാമരാമ അംബേദ്കർ തണുത്ത റൂമിലിരുന്നു കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുകയില്ല. മേനെ വൈസ്രോയ്ക്കോ ഈ സന്ദേശ് ദിയ, ഞാൻ വൈസ്രോയ്ക്ക് ഈ ഒരു സന്ദേശമാണ് നൽകിയത്. റൂം കൂളർ ഓഫാക്കാൻ പറഞ്ഞതിലൂടെ തണുത്ത റൂമിലിരുന്നു കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുകയില്ല എന്നൊരു സന്ദേശമാണ് ഞാൻ വൈസ്രോയ്ക്ക് നൽകിയത്. യഹ് ബാത്ത് ഉൻകോ സമജേ ഹോഗെ, ആ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം എന്ന് ഗാന്ധിജി ഡയറി എഴുതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് അദ്ദേഹത്തിന്റെ ഡയറി എഴുതിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ और क्वेश्चन വന്നിരിക്കുന്നത് പ്രസ്തുത പ്രസംഗ पर वाइसरॉय और उनकी पत्नी के बीच की बातचीत കൽപ്പന करके लिखिए. ഇതിൽ വന്നിരിക്കുന്നത് എന്താണ്? അതായത് ഈ തന്നിരിക്കുന്ന സൂചന, നിങ്ങൾ മുകളിൽ സൂചന തന്നല്ലോ, ആ സൂചന വായിച്ചതിന് ശേഷം വൈസ്രോയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള ബാച്ചിത്ത് എഴുതാനാണ് പറഞ്ഞത്. വൈസ്രോയും അദ്ദേഹത്തിന്റെ ഭാര്യയും ആയിട്ടുള്ള ബാച്ചിത്ത് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അത് നമ്മൾ ആൻസർ എഴുതി പഠിച്ചതാണ് അല്ലെ. അത് തന്നെ നിങ്ങൾ ഒന്നുകൂടെ പഠിക്കുക. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി അടുത്തത് കബ് തക്ക് കവിത. കബ് തക്ക് എന്ന കവിതയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. അതിൽ 4 മുതൽ 6 വരെയുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പനി പഹ്ചാൻ യഹാ വിശേഷൻ ശബ്ദ കോൻസാ ഹെ. അപ്പനി അല്ലെ, അപ്പനിയാണ് വിശേഷൻ ശബ്ദ്. വിശേഷൻ ശബ്ദ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. വിശേഷൻ ശബ്ദ് മനസ്സിലാക്കി വെക്കുക. വിശേഷൻ ശബ്ദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനി പഹ്ചാൻ തരുമ്പോൾ ഫസ്റ്റ് തന്നത് എഴുതാം. മനസ്സിലായോ? അപ്പനി പഹ്ചാൻ, അപ്പനി എന്നതാണ് നമ്മൾ വിശേഷൻ ശബ്ദമായിട്ട് എഴുതേണ്ടത്. അച്ചാൽ എടുക്ക എന്നാണെന്ന് കരുതുക. അപ്പൊ എന്താണ് വിശേഷ ശബ്ദമായിട്ട് വരിക? അച്ഛ അല്ലെ. മീഠ ഫൽ, അപ്പൊ എന്തായിരിക്കും വിശേഷണ ശബ്ദമായിട്ട് വരിക? മീഠ. മനസ്സിലായില്ല അപ്പൊ എങ്ങനെയാണ് വരുന്നതെന്ന്? അതൊന്ന് മനസ്സിലാക്കി വെക്കുക. अपनी पहचान जानने के लिए दूसरे का मुंह जोहते रहने से आपने क्या समझा? സ്വന്തം ഐഡന്റിറ്റിക്ക് മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കുക എന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദിച്ചത്. നിങ്ങളെ പാഠഭാഗത്തിൽ പറഞ്ഞ കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. अपनी पहचान सुरक्षा और खुशी के लिए दूसरों का प्रतीक्षा नहीं करना चाहिए. സ്വന്തം പഹ്ചാൻ തിരിച്ചറിവ്, അതായത് സ്വന്തം ഐഡന്റിറ്റിക്കും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനും സന്തോഷത്തിനും വേണ്ടി മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കരുത്. അതാണ് അതിൽ നിന്നും മനസ്സിലായ കാര്യം. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ കവിതയുടെ ആശയം എഴുതാനാണ്. കവിതാക്ക ആശയിലേക്ക് നമുക്ക് നോക്കാം. കവിതയുടെ ആശയം. ഇൻ പങ്ക്തിയാ വന്ദന ടെटे से लिखा हुआ कब तक नामक कविता से लिया गया है. നിങ്ങൾ ഇതുപോലെ ഒരു സെന്റൻസ്, അതായത് നിങ്ങൾക്ക് ഏത് കവിതയിൽ വരികയാണെങ്കിലും, ഏത് കവിത എഴുതാൻ വരികയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സെന്റൻസിന് എന്ത് എഴുതണം? ഇതുപോലെ ഇൻ പങ്ക്തിയാം എന്നെഴുതാം. പിന്നീട് വന്ദന ടെटे എന്ന് നമ്മുടെ കബ് തക്ക് എന്ന കവിത ആയതുകൊണ്ടാണ് വന്ദന ടെटे എഴുതിയത്. അത് എഴുതിയത് വന്ദന ടെട്ടെയാണ്. അപ്പൊ നമ്മൾ എഴുതാം ഇൻ പങ്ക്തിയാം എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഏത് കവിതയാണോ തന്നത്, മുക്തി ബോധ്, അതായത് നമ്മൾ ജനജനക ചേഹരാണ് വന്നതെങ്കിൽ മുക്തി ബോധ് സേ ലിഖാ ഹുവാ, ജനജനക ചേഹര നാമക കവിത സേ ലിയാ ഗയാ ഹെ, അങ്ങനെ എഴുതാം. ഇവിടെ വന്നത് വന്ദന ടെട്ടെയുടെ കബ് തക്കാണ്. അപ്പോ ഈ വന്ദന ടെട്ടെ എന്നും കബ് തക്ക് എന്നും എഴുതിയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങൾ മാത്രം മാറ്റിയിട്ട് സെന്റൻസ് അതുപോലെ എഴുതാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് രണ്ടും കവിതയുടെ പേരും കവിയുടെ പേരും മാറ്റുക, എന്നിട്ട് ബാക്കി അതുപോലെ തന്നെ എഴുതാം. ഇൻ പങ്ക്തിയാ വന്ദന टेटे से लिखा हुआ कब तक नामक कविता से लिया गया है. इस कविता का संदेश यही है कि अपनी पहचान सुरक्षा और खुशी दूसरों पर निर्भर नहीं है. अपनी पहचान और क्षमता समझकर ആത്മസമ്മാൻ സേ ജീന ചാഹിയേ. അതായത് വന്ദന ടെട്ടെ എഴുതിയിരിക്കുന്ന ഈ കവിതയിൽ പറഞ്ഞ കാര്യം, അതിലുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് സ്വന്തം ഐഡന്റിറ്റി അതുപോലെ തന്നെ സുരക്ഷിതത്വവും സന്തോഷവും മറ്റുള്ളവരിൽ നിർഭരമല്ല. അത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടല്ല ഇരിക്കുന്നത്. അത് നമ്മൾ തന്നെയാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും അതിനെ പരിപോഷിച്ച് കൊണ്ടുവന്ന് സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ടത് നമ്മളാണ് എന്നാണ് കവിതയിലൂടെ കവയത്രി പറയുന്നത്. അപ്പനെ പഹ്ചാൻ ഓർ ക്ഷമത സമജ്കർ
ആത്മസമ്മാൻ സേ ജീനാ ചാഹിയെ. സ്വന്തം കഴിവ്, ക്ഷമത പറഞ്ഞ കഴിവ്, സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞിട്ട് ആത്മാഭിമാനത്തോടെ ജീവിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങള് ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഇതിലുള്ള ഏത് വരികൾ നിങ്ങളോട് ആശയം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലും ഇത്രയും എഴുതാം. ഓക്കെ, ഏത് വരികൾ ചോദിച്ചു കഴിഞ്ഞാലും ഇത്ര എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് തന്ന വരികൾ നോക്കിയിട്ട് അതിൻ്റെ ആശയം കൂടെ എഴുതാം. ഇവിടെ തന്നിരിക്കുന്ന വരികൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട് വരികൾ. ആ വരികൾ നോക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചു തരാം. कब तक जोहते रहोगे अपनी पहचान जानने के लिए दूसरे का मुंह, और कब तक आश्रय में रहोगे कि कोई आए और तुम्हारे लिए लड़े. ഇതാണ് ഇവിടുത്തെ വരികൾ. ആ വരികൾ നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ അടുത്ത പാരഗ്രാഫ് തയ്യാറാക്കിയിരിക്കുന്നത്. തുമാരെ ലിയെ കോയി ആക്കർ ലഡ്നെ കി പ്രതീക്ഷ ചോടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോയി ആക്കർ, ആരെങ്കിലും വന്ന്, ലഡ്നെ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതും, നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന പ്രതീക്ഷ ഉപേക്ഷിക്കൂ. ചോടോ, പ്രതീക്ഷ ഉപേക്ഷിക്കുക. അപ്പനെ പഹചാൻ ജാനനെ കെ ലിയെ കബ് തക് ദൂസരോ കോ പ്രതീക്ഷ കരേഗ. നിങ്ങൾ സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് ഏത് സമയം വരെ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കും. ദൂസരെ ലിയെ ലഡ്നെ കോ കോയി നഹി ആയേഗ. തുമാരെ ലിയെ ലഡ്നെ കോ, നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആരും തന്നെ വരികയില്ല എന്നാണ് ആ വരികളിലൂടെ പറയുന്നത്. അപ്പൊ ആ വരികളിലുള്ള കാര്യം തന്നെയാണ് രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് പിന്നെ ഒരു പാരഗ്രാഫ് കൂടെ കൊടുക്കണം. 3 പാരഗ്രാഫായിട്ടാണ് നമ്മൾ കവിതയുടെ ആശയം എഴുതേണ്ടത്. കവി പരിചയം നൽകുക. ഫസ്റ്റ്, സെക്കൻഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈനുകൾ നോക്കിയിട്ട് എഴുതുക. ലാസ്റ്റ് ആ കവിതയെക്കുറിച്ച് ഉപസംഹാരാണല്ലോ ലാസ്റ്റ് എഴുതുമ്പോൾ, ആ കവിതയെക്കുറിച്ചൊന്ന് എഴുതുക. യഹ് ഏക് അച്ചി കവിത ഹെ, ഇതൊരു നല്ല കവിതയാണ്. വന്ദന ടേട്ടനെ സരൾ ടെങ്ക് സെ ചിത്രം കിയാ ഹെ. വന്ദന ടേട്ടെ ഈ കവിത വളരെയധികം ലളിതമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ലാസ്റ്റ് സെന്റൻസ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. അതുപോലെ തന്നെ മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയിട്ട് പഠിക്കാം. രണ്ടാമത്തെ പാരഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വരികൾക്ക് അനുസരിച്ചിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് अपनी पहचान जानने के लिए दूसरे का मोह जोता रहना, കവിത का ആശയം എഴുതി. ഇനി അടുത്ത ഫുട്ബോൾ കെ ദിൽ കാ രാജ ലേഖക അംശ പഠിക്കർ, അത് വായിച്ചിട്ടാണ് എഴുതേണ്ടത്. പെലെ കിസ് ദേശ് കെ ലിയെ ഫുട്ബോൾ ഖേൽത്തെ. പെലെ ഏത് ദേശത്തിന് വേണ്ടിയാണ് ഫുട്ബോൾ കളിച്ചിരുന്നത്? ഏത് ദേശത്തിനായിരുന്നു? ബ്രസീൽ അല്ലേ? जीतने के लिए गलत रास्ता अपनाने के संबंध में आपका मत क्या है. വിജയത്തിന് വേണ്ടി തെറ്റായ വഴി സ്വീകരിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മത്ത് എന്ന് പറഞ്ഞാൽ അഭിപ്രായം. വിജയത്തിന് വേണ്ടി തെറ്റായ വഴി സ്വീകരിക്കുന്നു, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എഴുതുക. ജീത്തനെ കെ ലിയെ ഗലത്ത് രാസ്ത അപ്പനാന സഹി നഹി. ജയിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ വഴി സ്വീകരിക്കുന്നത് സഹി നഹി, ശരിയായിട്ടുള്ള കാര്യമല്ല. ഇസ്സേ ഹമാര ആത്മസമ്മാ നഷ്ട ഹോ ജായേഗി. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആത്മാഭിമാനം നഷ്ടമാകും. അടുത്ത നോക്കാം. ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. അത് ഇവിടെ തന്നെ നമുക്ക് ഇതിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. പെലെ എക്സാമിന് അങ്ങനെ ചെയ്താൽ മതി എന്നല്ല പറഞ്ഞത്, ഇപ്പം അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖി, ഇതിൽ 4 എണ്ണം ശരിയാണ്. ആ 4 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പെലെ 3 വിശ്വകപ്പ് ജീത്തനെ വാലെ ഏകമാത്ര ഖിലാഡി ഹെ, ശരിയാണ്. 50 साल की उम्र में पेले की मृत्यु हुई, തെറ്റ്. पेले को गेल का राजा कहते हैं, ശരിയാണ്. पहले विश्वकप खेलते समय पेले 17 साल के थे, ശരി. पेले कभी भी किसी पर फाउൾ നെഹി എന്നല്ല കേട്ടോ, അവിടെ ഈ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഈ നെഹിം അല്ല, അപ്പൊ ഇത് തെറ്റാണ്. പെലേക്ക് അധികാംശ ഗോൾ സാന്തോസ് ക്ലബ്ബ് കേലിയതേ, ഇതും ശരിയാണ് അല്ലേ? അതൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ച കാര്യമാണ്. പെലേക്ക് അധികാംശ ഗോൾ സന്തോസ് ക്ലബ്ബ് കേലിയതേ. അതുപോലെ തന്നെ പഹലെ വിശ്വകപ്പ് ഖേൽത്തെ സമയം പെലേക്ക് 17 साल നമ്മൾ പഠിച്ചതാണ്. 50 साल की उम्र में പെലേക്കോ ഗേൽ കാ രാജ कहते हैं, അതും നമ്മൾ പഠിച്ചതാണ്. പെലെ 3 വിശ്വകപ്പ് ജീത്തനെ വാലെ ഏകമാത്ര ഖിലാഡി ഹെ, അതും പഠിച്ച കാര്യമാണ് അല്ലേ? ഇനി അടുത്ത നോക്കാം. ഗർ പേട് ഓർ താരേ കി യാദ് ലോക കഥ കാ അംശ പഠേം. ഗർ പേട് ഓർ താരേ കി യാദ് എന്ന കഹാനി, ലോകകഥയുണ്ടല്ലോ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്.
ദോനോം ബച്ചെ കിസ് ദേശസേ രഹ്നെ വാലേ ഥേ. ആ രണ്ട് കുട്ടികളും ഏത് ദേശത്ത് താമസിക്കുന്നവരായിരുന്നു? ഏത് ദേശത്താണ്? ആ ഫിൻലൻഡ് അല്ലേ? അവിടെയല്ലേ യുദ്ധം ഉണ്ടായത്? നമ്മൾ പഠിച്ചതാണ്. ഫിൻലൻഡിൽ യുദ്ധമുണ്ടായി. ഫിൻലൻഡ് മേ രഹ്നെ വാലേ ഥേ. ബച്ചെ കൈസേ ദൂർ ദേശ് പഹുഞ്ച് ഗയേ ഥേ. കുട്ടികൾ എങ്ങനെയാണ് ദൂരെയുള്ള ദേശത്തിൽ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് അവരെ അവിടെ എത്തിയത്? അവരുടെ നാട്ടിൽ യുദ്ധം ഉണ്ടായതുകൊണ്ട് അല്ലേ? ഫിൻലൻഡ് മേ സോറി, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഫിൻലൻഡ് മേ എന്നാണ്, അത് തെറ്റാണ്. ഫിൻലൻഡ് മേ, അവിടെയുള്ള അതേപോലെ ഈ ഫിൻലൻഡ് മേ നാടെടുത്താൽ മതി കേട്ടോ. അവിടേക്ക് ഇവിടെ ഫിൻലൻഡ് മേ നാട്ട് വരിക. ഫിൻലൻഡ് മേ യുദ്ധ ഹുവ. ഫിൻലൻഡിൽ യുദ്ധമുണ്ടായി. കൈ ലോക് വഹാം ബിച്ചുടേ ഗയേ. കുറെ ആളുകൾ അവിടെ നിന്നും എന്തായി? വേർപെട്ടു പോയി. ബിച്ചുടേ ഗയേ. ഇൻ ദോനോ ബച്ചേ ബി വഹാസെ ബിച്ചുടേ ഗയേ. ഈ രണ്ട് കുട്ടികളും എന്തായി? അവിടെ നിന്ന് ഈ രണ്ട് കുട്ടികളും അവിടെ നിന്ന് വേർപെട്ടു പോയി. സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും. അങ്ങനെയാണ് അവർക്ക് വേറെ ദേശത്ത് എത്തേണ്ടി വന്നത്. ഇനി അടുത്തത് നോക്കാം. प्रस्तुत प्रसंग पर पढ़कथा का एक दृश्य लिखिए. അതായത് ഇവിടെ തന്നിരിക്കുന്ന സൂചന അനുസരിച്ച് നിങ്ങളോട് ഒരു പടുക്കഥ എഴുതാനാണ് പറഞ്ഞത്. പടുക്കഥ നിങ്ങൾ ഈ പാഠത്തിൽ പരിചയപ്പെട്ടതാണ്. എങ്ങനെയാണ് പടുക്കഥ എഴുതേണ്ടത് എന്ന കാര്യം നിങ്ങൾ പരിചയപ്പെട്ടതാണ്. അതല്ലെങ്കിൽ കഹാനിക്ക് ബായിക്ക് ചരിത്ര ടിപ്പണി, ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ വർക്ക് ഉണ്ടായിരുന്നു, നിങ്ങളിത് പഠിച്ചതായിരിക്കും. ഓക്കെ, ബായിക്ക് ചരിത്ര ടിപ്പണി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്. അതും വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള കുട്ടികൾ കണ്ടിട്ട് പഠിക്കാം. ഓക്കെ, ഇത് പ്രസ്തുത പടുക്കഥയാണ് ഇനി നോക്കുന്നത്. നമുക്ക് നോക്കാം എഴുതിയ പടുക്കഥ. പ്രസ്തുത പ്രസംഗ പർ പടുക്കഥ തന്നിരിക്കുന്ന ദൃശ്യം ഏതാണ് നോക്കാം. फिर भी हम घर जाना चाहते हैं, हमें മാതാപിതാ की बहुत याद आती है. അതായത് ആ കുട്ടികൾ അവിടെ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ അഭിഭാവകരോട് അനുമതി ചോദിക്കുന്ന ഭാഗത്ത് നിന്നാണ് നിങ്ങൾക്ക് പടുക്കഥ എഴുതാൻ വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ വാർത്താലാപം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് രണ്ടും പഠിച്ചു വെക്കുക. ഇത് രണ്ടും അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കയറിയാൽ അത് എടുക്കാൻ പറ്റും. അങ്ങനെ കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് ജനജനക ചെഹരായേക്ക് എന്ന കവിതയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ജോഷ് മേ യോ താക്കത്ത് മേ ബന്ദി ഹുയി മുട്ടിയാം കാ ഏക്ക് ലക്ഷ്യ. അവിടെ മുതൽ തുടങ്ങുന്ന വരികളാണ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. സമാനാശയ വലിയ പങ്ക്തിയാൻ ചുൻകർ ലിഖിയം എന്നാണ് ഇതിലെ ക്വസ്റ്റ്യൻ. അന്യായ് കെ വിരോധ് മേ ആവാസ് ഉഡാനെ വാലോം കാ ലക്ഷ്യ ഏക്ക് ഹേ എന്ന അർത്ഥം വരുന്ന വരികൾ ഏതാണ്? ഏതാണ് അർത്ഥം വരുന്ന വരികൾ? ജോഷ് മേ യോ താക്കത്ത് മേ ബന്ദി ഹുയി മുട്ടിയോ കാ ഏക്ക് ലക്ഷ്യ, അതാണ് അല്ലേ. ഇനി അടുത്തത് നോക്കാം. ശോഷിതോ കെ സപ്പനെ കാ ജലത്ത ലാൽ സിത്താര ഏക്. ഹേ जनता का दिल एक एक पक्ष जलता हुआ लाल की भयानक सितारा एक. അടുത്ത നോക്കാം. കവി ने ऐसा क्यों कहा होगा कि जन जन का चेहरा एक है. കവി എന്തുകൊണ്ടായിരിക്കാം എല്ലാ ജനങ്ങളുടെയും മുഖം ഒന്നാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദ്യം. കവിനെ ऐसा क्यों कहा होगा कि जन जन का चेहरा एक है. അതായത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും മുഖം ഒന്നാണ് എന്നതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എല്ലാ ജനങ്ങളുടെയും മുഖം ഒന്നാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്നാണ് എന്നാണ്. എല്ലാവരും ഒന്നാണ്. ഏത് ദേശത്തുള്ളവരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും ഏത് പട്ടണത്തിലായാലും അതുപോലെ തന്നെ ഗ്രാമത്തിലായാലും എവിടെ വസിക്കുന്നവരായിരുന്നാലും എല്ലാവരും ഒന്നാണ് എന്നാണ് ഈ കവിതയിലൂടെ പഠിച്ച കാര്യം അല്ലേ. നിങ്ങൾ പഠിച്ചതാണത്. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ആക്ടിവിറ്റി പാഠത്തിലെ ജനജനക ചെഹര ഏക്ക് എന്ന കവിതയിലെ ആക്ടിവിറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വർക്ക് ഉണ്ടല്ലോ അതിലുള്ളതാണ്. കവിനെ ക്യോം കഹാ ഹോഗാ കി ജനജനക ചെഹര ഏക്ക് ഹേ എന്ന ക്വസ്റ്റ്യൻ അതിലുണ്ട്. അതിന് ആൻസറും നിങ്ങൾ പഠിച്ചതാണ്. അത് തന്നെ പഠിക്കാം. ഓക്കെ, അതായത് കിസി പ്രാന്ത് പുരു ദേശിക്കാ ഹോ, അതായത് കിസി പ്രാന്ത് പുരു ദേശിക്കാ ഹോ സബി ജൻ ഏക് ഹെ എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ,
അപ്പോൾ അത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ പടുക്കഥ എഴുതാൻ, അതുപോലെ തന്നെ വാർത്താലേഖനം എഴുതുക, ഡയറി എഴുതുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ടെസ്റ്റിലില്ലാത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് അടിസ്ഥാനത്തിൽ എഴുതാൻ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഒരു ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയല്ലോ അവിടെ പടുക്കഥ വന്ന്, അതുപോലെ ഓരോ ഭാഗവും എടുത്ത് വായിച്ചിട്ട് അവിടെ നിന്ന് പടുക്കഥയും അതുപോലെ തന്നെ വാർത്താലാപമൊക്കെ ഉണ്ടാക്കി പഠിക്കാം. ഓക്കെ.